ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക അല ന്യൂജേഴ്സിയിലും സിയാറ്റിലും ഒരുക്കിയ കലാസാഹിത്യ ഉത്സവം ശ്രദ്ധേയമായി. പ്രശസ്ത സാഹിത്യകാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംവാദങ്ങളും ചർച്ചകളും പ്രഭാഷണങ്ങളും അമേരിക്കയിലെ ആസ്വാദകർക്ക് വ്യത്യസ്ത അനുഭവമായി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളെ ആസ്പദമാക്കി അവതരിപ്പിച്ച മതിലുകൾക്കപ്പുറം എന്ന നാടകവും ഹൃദ്യമായി. അവിടെ നിന്ന് ഷിജോ പൗലോസ് പകർത്തിയ ദൃശ്യങ്ങൾ. Welcome to Ala's Literature Festival. ട്രാൻസെൻഡിംഗ് ബോർഡേഴ്സ് കണക്ടിംഗ് കൾച്ചേഴ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അമേരിക്കയിലെ പുരോഗമന കലാ സാംസ്കാരിക സംഘടനയായ അല 2 നഗരങ്ങളിൽ കലാ സാഹിത്യോത്സവം ഒരുക്കിയത്. ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂജേഴ്സിയിലും സിയാറ്റിലും അരങ്ങേറിയത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രശസ്തി നേടിയ എഴുത്തുകാരും പ്രഭാഷകരും കവികളും ഉൾപ്പെട്ട സാഹിത്യ പരിപാടികൾ അമേരിക്കയിലെ പ്രേക്ഷകർക്ക് പുതിയ ഒരു അനുഭവമായി. ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഡോക്ടർ സുനിൽ പി ഇളയിടം, ശോഭ തരൂർ ശ്രീനിവാസൻ, മൻറീത് സോദി, പ്രൊഫസർ ഗബീബ ബാഡറൂൺ, അമിനാറ്റ ഫോന, വിജയ് ബാലൻ തുടങ്ങി നിരവധി എഴുത്തുകാർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി. പുസ്തക പ്രദർശനം, എഴുത്തുപുരകൾ, ആർട്ട് വർക്ക്ഷോപ്പ് എന്നിവയും ഈ കലാസാഹിത്യോത്സവത്തിന് വൈവിധ്യമേകി. അല പ്രസിഡന്റ് ഐപ് പരിമനം, സെക്രട്ടറി റീന ബാബു, ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ കിരൺ ചന്ദ്രൻ എന്നിവരടങ്ങുന്ന നാഷണൽ കമ്മിറ്റിയാണ് ഈ സാഹിത്യോത്സവത്തിന് നേതൃത്വം നൽകിയത്. ബഷീറിന്റെ രചനകളെ ആസ്പദമാക്കി പ്രമോദ് പയ്യന്നൂർ ഒരുക്കിയ മതിലുകൾക്കപ്പുറം എന്ന നാടകവും ഹൃദ്യമായി.